ആപ്കി അദാലത്തിൽ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ തൊഴിലാളികളുടെ മേലുള്ള അക്രമത്തെ തടഞ്ഞു നിർത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. കൂടാ സർ, താങ്കൾ മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള താങ്കളുടെ ആദ്യത്തെ പ്രസ് കോൺഫറൻസ് ഓർമ്മയുണ്ടോ? അപ്പോൾ താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാ ഹരിയാനയിൽ എങ്ങനെയുള്ള ഭരണം നടക്കുമെന്ന് വെച്ചാ പോലീസിന്റെ അരാജകത്തിൽ നിന്ന് മുക്തി നേടുമെന്നാണ് പറഞ്ഞത്. ഭയത്തിൽ നിന്ന് മുക്തി, അതെ, അതായത് പേടിയിൽ നിന്ന് മുക്തി. പോലീസ് കുറ്റവാളികളെ, അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ആരൊക്കെ കുറ്റങ്ങൾ ചെയ്യുന്നോ അവരെ മാത്രമേ കണ്ടുപിടിച്ച് ശിക്ഷിക്കുകയുള്ളൂ. ഇപ്പോ ഹരിയാനയിൽ അങ്ങനെയുള്ള തെറ്റുകളൊന്നും സംഭവിക്കുന്നേയില്ല. ജനങ്ങൾക്ക് ഹരിയാന സർക്കാരിൽ വിശ്വാസം വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ നൽകിയ ആ വാക്ക്, അരാജകത്വം നടക്കാവുന്നുള്ള ആ വാക്ക് താങ്കൾ നിറവേറ്റിയില്ലല്ലോ, അത് ശരിയല്ലേ? അല്ല, ഞാൻ വിജയിച്ചിട്ടുണ്ട്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. അതായത് ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നതിനു ശേഷം അതിൽ ആരാണോ കുറ്റവാളി അവർക്ക് തക്ക ശിക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പരാജയപ്പെട്ടു എന്ന് സമ്മതിക്കാം. കൂടാ സർ, ഈ കുറ്റം ആരോപിക്കുന്നത് ഞാനല്ല, താങ്കളുടെ പാർട്ടിയുടെ നേതാവായ സോണിയാഗാന്ധിയാണ് ആരോപിക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ അവർ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ ഹരിയാന ഗവൺമെന്റിന് അവരുടെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിറവേറ്റാൻ സാധിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വെറും ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയല്ലേ? സംഭവം സത്യമാണ്. കോൺഗ്രസ് നേതാവിന് ഈ കാര്യം തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ സമാധാനമാണ് പ്രതീക്ഷിക്കുന്നത്, പ്രശ്നം ആഗ്രഹിക്കുന്നില്ല. പിന്നെ പറയാൻ ഉദ്ദേശിച്ചത്, അതായത് കോൺഗ്രസ് പാർട്ടി പറയാൻ ഉദ്ദേശിച്ചത് ജനങ്ങളുടെ പാർട്ടിയാണ്, അധ്വാനിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പാർട്ടിയാണ്, പാവങ്ങളുടെ പാർട്ടിയാണ്. സോ അവരുടെ വാക്കുകൾ കേട്ട് നെഗോഷിയേഷൻ അവിടെ നടന്നിട്ടുണ്ട്, അതിൽ വിജയിക്കുകയും ചെയ്തു. ആ സംഭവത്തെക്കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്. ഇത് വർക്കേഴ്സും മാനേജ്മെന്റും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട്. റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 3 മാസത്തിനകം റിപ്പോർട്ട് വരും. ഞാൻ നിങ്ങളെ വിളിച്ച് പറയാം. റിപ്പോർട്ടിന് വേണ്ടി തീർച്ചയായിട്ടും കാത്തിരിക്കുന്നതായിരിക്കും. കാരണം ചോദ്യം ഇതാണ്, ആദ്യത്തെ ദിവസം ലാത്തിചാർജ് നടക്കുമ്പോ അടുത്ത ദിവസം ജനങ്ങൾ അവരുടെ ആളുകളെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴും അവരെ വീണ്ടും അടിച്ചിരിക്കില്ല. ഇത് നുണയാണ്. അതായത് ചില കലാപകാരികൾ ഹോസ്പിറ്റലിന് പുറത്തുണ്ടായിരുന്നു, അവിടെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ജനങ്ങൾക്ക് കിട്ടിയ ആഹാരം, പിന്നെ അവർക്ക് കിട്ടിയ മരുന്ന് ഒന്നും തന്നെ ശരിയല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, മരുന്നെല്ലാം നല്ലതായിരുന്നു. ഞാൻ നേരിട്ട് ഹോസ്പിറ്റലിൽ ചെന്നതാണ്. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ അവർക്ക് ഹരിയാനയിലെ ജനങ്ങളെക്കുറിച്ച് നല്ലപോലെ അറിയാം. പിന്നെ സംവിധാനങ്ങളെപ്പറ്റിയും നല്ലപോലെ അറിയാം. അതായത് ഇവിടെയുള്ള വർക്കേഴ്സ്, അതിൽ ആരെങ്കിലും ക്രിമിനൽ ഉണ്ടെങ്കിലും ശരി, അവർക്കും ഹരിയാന ജയിലിൽ നല്ല ഭക്ഷണമേ കൊടുക്കൂ. അത് ഞാൻ തറപ്പിച്ച് പറയുന്നു. പക്ഷേ താങ്കൾ തന്നെ കണ്ടില്ലേ അവർ കാണിച്ചതെല്ലാം? അവരെന്താണ് കാണിച്ചത്, എന്തിനു വേണ്ടി കാണിച്ചു എന്ന് അവർക്ക് മാത്രമേ അറിയൂ. അത് വെറും കഥയായിരിക്കാമല്ലോ. ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയൂ. അതായത് ഹൂഡ സാർ, പലരും എന്താ പറയുന്നതെന്ന് വെച്ചാ ഇതിനു മുൻപ് താങ്കൾ ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനു മുൻപ് താങ്കൾ മന്ത്രിയായിട്ട് പോലുമില്ല. സർക്കാരിന്റെ ഒരു പദവിയിലും താങ്കൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സാഹചര്യം താങ്കൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോയതെന്ന്. ഇപ്പൊ നിങ്ങൾ ഹരിയാനയിലേക്ക് നേരിട്ട് വന്ന് നോക്കൂ. ഇന്ന് ഹരിയാനയിലെ എല്ലാ ജനങ്ങൾക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് വിശ്വാസം നഷ്ടപ്പെട്ട ജനങ്ങൾക്കെല്ലാം വിശ്വാസം ഉണ്ടായിരിക്കുന്നു. കാരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അത്രയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജനങ്ങൾക്ക് സത്യാവസ്ഥ നന്നായി മനസ്സിലാവും. ജനങ്ങളെല്ലാവരും ടിവിയിൽ കണ്ട കാര്യം സത്യമല്ല, പക്ഷെ താങ്കൾ പറഞ്ഞതാണ് സത്യം. അല്ലല്ല, അതിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയാം. അതായത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടത്. തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്? ഇരുഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇരുഭാഗത്തും തെറ്റുകാരുണ്ട്. തെറ്റിനെ കുറിച്ച് എപ്പോ സംസാരിച്ചാലും തെറ്റ് 2 സൈഡിലും സംഭവിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് താങ്കൾ നൽകുന്നത്. താങ്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അടി കിട്ടിയവർ, പോലീസിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയവർ, ആരുടെ തലമണ്ടയാണോ പൊട്ടിയത് അവരാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അല്ല, പോലീസിനും പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. DSPയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ സാരമായ പരിക്കുകളുണ്ട്. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അവിടെ ഉണ്ടായിരുന്ന പല വ്യക്തികളും ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. താങ്കൾ ഏകദേശം ഒരു കണക്ക് നോക്കിയ 2000-3000 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഭരണകൂടത്തിന്റെ അടുത്ത്, അതുപോലെ CID, വേറെയും ഡിപ്പാർട്ട്മെന്റുകൾ, വിജിലൻസ് ഉണ്ടെങ്കിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യില്ലേ? ഇവിടെ അത്രയും പേര് ഒന്നിച്ചിരിക്കുകയാണല്ലോ. നഗരത്തിന്റെ നടുവിൽ കമല നെഹ്റു പാർക്കുണ്ട്. അതുണ്ടായിട്ടും റോഡിലേക്കാണ് ഇറങ്ങിയത്. എന്നിട്ട് കല്യാണി ഹോസ്പിറ്റലിന്റെ മുന്നിൽ അവിടെ വെച്ച് അവർക്കും പോലീസിനിടയിൽ ഏറ്റുമുട്ടലുണ്ടായി. അങ്ങനെയൊക്കെ നടന്നിട്ടും DC സാർ ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, നിങ്ങൾ ഇൻസ്പെക്ടറിലേക്ക് വരൂ, അവിടെ വെച്ച് നമുക്കൊരു കരാർ ഉണ്ടാക്കാമെന്ന്. അവിടെ എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചുകൂട്ടി. പോലീസ് എങ്ങനെയാ തല്ലിയെന്ന് വെച്ചാ ഞാൻ അതെങ്ങനെയാ പറയാ? നിങ്ങൾ TV കണ്ടതുപോലെ ഞങ്ങൾക്കത് വലിയ വിഷമമുണ്ടാക്കി. എനിക്കുണ്ട്, നിങ്ങൾക്കുള്ള അതേ വിഷമം എനിക്കുണ്ട്.
ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുവോ? സ്വന്തം സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് ആഗ്രഹിക്കുവോ? അല്ലല്ല, ഇല്ല. അവരൊരു കാര്യം സത്യം ചോദിച്ചു. കണ്ടുപിടിക്കാനാണ് അതെന്താണെന്ന് വെച്ചാൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് കൂടാ ഉത്തരവിട്ടിരിക്കുന്നത്. സർ, അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഇൻഫർമേഷൻ സിസ്റ്റം ഫെയിൽ ആയി പോയി, താങ്കൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ലെന്നാണ് നിക്കു, പറയുന്നത്. നിക്കു, നിക്കു. ഇന്റലിജൻസ് ഞാൻ ഒന്നും തന്നെ നിങ്ങളോട് ഇല്ലെന്നാണ് ഞാൻ പറയട്ടെ, പറയുന്നത്. ഞാൻ പറയട്ടെ. അപ്പോ CID-കൾ ഞാൻ ശരിക്കും പറഞ്ഞു. പ്രവർത്തിച്ചില്ലേ? ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതല്ലേ. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും പ്രസിഷൻ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് വർക്കേഴ്സ് വന്നിരുന്നു. പീസ്ഫുൾ ആയിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നല്ലോ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, വർക്കേഴ്സ് മാത്രമല്ല അതിന്റെ പുറകിൽ. ഞാൻ പലതവണ പറഞ്ഞല്ലോ. കൂടാ സർ, ജനങ്ങൾ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ, അതായത് പോലീസ് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കും, വർക്കേഴ്സിനെ അവിടെ ഇട്ട് എല്ലാവരും കൂടെ തല്ലും, അവിടുത്തെ സമാധാനം തകരും എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഇതുപോലെ പക്കൽ അവിടെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഒന്നുമില്ലേ? വർക്കേഴ്സ് വരും. കാരണം എന്റെ അറിവിൽ വർക്കേഴ്സ് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അതിൽ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇതാണ് പോലീസും പറഞ്ഞത്. ഞങ്ങൾ അല്ലല്ല, ഇതിനെക്കുറിച്ച് കൂടാ ഡിസ്കസ് സർ, ചെയ്തതാണ്. താങ്കൾ എന്താ പറഞ്ഞു പറയുന്നത് വന്നാൽ വെച്ചാൽ അവിടെ ഇത് വെറും കുസൃതി മാത്രമാണെന്നാണ്. പിന്നെ താങ്കൾ പറയുന്നു ഇതൊരു ചതിയാണെന്ന്. പിന്നെ താങ്കൾ പറയുന്നു ഇത് പോലീസിനെ ആക്രമിച്ച് ചിലർ ഉണ്ടാക്കിയ പദ്ധതിയാണെന്ന്. അല്ല, താങ്കളുടെ ഗുപ്ത ഇന്റലിജൻസ് സാറ് പറഞ്ഞതല്ലേ, അദ്ദേഹം ചോദിച്ചതല്ലേ. ഇന്റലിജൻസ് ചോദ്യം നിങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അദ്ദേഹം ഈ അല്ലല്ല, കാര്യം ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ അപ്പൊ വരുന്നത് പറഞ്ഞത്. ഇതാ നോക്കൂ ഹൂഡ സർ, ആപ്കി അദാലത്തിൽ വന്നിരിക്കുന്നത് താങ്കളാണ്, അദ്ദേഹമല്ല. പക്ഷേ ചോദ്യം അതുകൊണ്ട് ചോദിച്ചത് താങ്കളാണ്. അദ്ദേഹമാണല്ലോ. അദ്ദേഹം ഒരു അല്ലല്ല, ചോദ്യം ചോദിച്ചു. ഞാൻ അതേ എന്താ ചോദ്യം പറയുന്നത് വീണ്ടും വെച്ചാൽ, നിങ്ങൾ എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഒരുപക്ഷെ എന്തെങ്കിലും ചതിയായിരുന്നെങ്കിൽ ഈ വാക്ക് താങ്കളും പറഞ്ഞു, എന്തെങ്കിലും കുസൃതിയാണെങ്കിലോ എന്ന് താങ്കളും പറഞ്ഞു. അതായത് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയതാണോ എന്നും താങ്കൾ പറഞ്ഞു. ഇന്റലിജൻസിനോ CID-ക്കോ പോലീസിനോ ഒന്നും ഈ കാര്യത്തിനെ കുറിച്ച് അറിയില്ലേ? അല്ല, ഈ പ്രൊസഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത് അവർക്ക് തീർച്ചയായും അറിയാം. കാരണം ഒരാഴ്ച മുമ്പ് പ്രൊസഷൻ നടന്നിരുന്നു. അല്ലല്ല, അതായത് പ്രശ്നം നടക്കും, ഉണ്ടാവും, അതിനെ ചതി നടക്കും. നിയന്ത്രിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. കാരണം അങ്ങനെയുള്ള വർക്കേഴ്സ് അവിടെ ഇല്ലെന്ന് ഞാൻ പറയും, ഉറപ്പിച്ച് പറയാൻ കഴിയും എനിക്ക്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. അതിനാണല്ലോ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടെയും ജഡ്ജിയെ ഇരുത്തിയിട്ടുണ്ടല്ലോ. അവര് പറയുന്ന വിധി നിങ്ങളും ഞങ്ങളും ഒക്കെ അംഗീകരിക്കാം. ഓക്കെ.